ഹായ് വ്യൂവേഴ്സ്, വെൽക്കം ടു GNS. നമ്മളിപ്പോൾ സ്മാർട്ട് ഫോണിൻ്റെ വേൾഡിലാണല്ലേ ജീവിക്കുന്നത്. ടെക്നോളജി ഫുള്ള് സ്മാർട്ടായിട്ട് നമ്മളെല്ലാ കാര്യങ്ങളും നമുക്ക് എന്ത് കാര്യങ്ങൾ വേണമെങ്കിലും നമുക്ക് പെട്ടെന്ന് അറിയുന്ന നമ്മുടെ വേൾഡ് തന്നെ നമ്മുടെ കൈക്കുള്ളിൽ ഒതുക്കാൻ പറ്റുന്ന ഒരു ലോകത്താണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. ഇങ്ങനെ നമ്മൾ ഫോൺ ഉപയോഗിക്കുന്നത് നമ്മുടെ പഠനത്തെ എങ്ങനെ ബാധിക്കും, അല്ലെങ്കിൽ നമ്മുടെ പഠനത്തിന് സ്മാർട്ട് ഫോണ് അല്ലെങ്കിൽ ഇങ്ങനെ ഫോണിൻ്റെ ഉപയോഗം നല്ലതാണോ അതായത് ചീത്തയാണോ, അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയൊക്കെ ഫോൺ നമ്മൾ ഈ എക്സാം ടൈമുകളിൽ നമ്മൾ യൂസ് ചെയ്യുക എന്നുള്ളതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. നമ്മൾ എക്സാം ടൈമിലൊക്കെ നമ്മൾ ഇപ്പോൾ സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് പഠിക്കുക എന്നുള്ളത് നല്ല ഒരു തീം തന്നെയാണ്. ഞാനൊക്കെ പഠിക്കുന്ന ടൈമിൽ ഞാൻ ആലോചിച്ചിട്ടുണ്ട്, ഈ എക്സാമിന് ഞാൻ പ്രിപ്പയർ ചെയ്യുന്ന ഈ ടൈമിൽ ടീച്ചർ എനിക്ക് ഒന്നുകൂടെ ഒന്ന് ക്ലാസ് എടുത്ത് തന്നിരുന്നെങ്കിൽ എന്നൊക്കെ ഞാൻ നമ്മൾ പഠിക്കുന്ന ടൈമിലൊക്കെ ആലോചിച്ചിട്ടുള്ള കാര്യമാണ്. പക്ഷെ അതൊന്നും അപ്പോൾ ഒരിക്കലും പോസിബിൾ അല്ലായിരുന്നു. പക്ഷെ ഇപ്പം നിങ്ങൾക്ക് അങ്ങനെയല്ല. നമുക്ക് ഫുള്ള് നമ്മുടെ ചാപ്റ്റേഴ്സ് ഫുള്ള് ക്ലാസ് എടുത്ത് അല്ലെങ്കിൽ നല്ല രസകരമായുള്ള രീതിയിൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാകുന്ന രീതിയിലൊക്കെ നല്ല രീതിയിൽ ക്ലാസ് എടുക്കുന്ന ഒരുപാട് വീഡിയോസൊക്കെ നമ്മുടെ ഫോണിലുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ടൊക്കെ നമുക്ക് വളരെ കൃത്യമായിട്ട് തന്നെ പഠിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യുന്നത് നമുക്ക് ആ സമയത്ത് നല്ലോണം പഠിക്കാൻ ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യമാണ്. അതേപോലെ തന്നെ സ്റ്റഡി മെറ്റീരിയൽസിൻ്റെ കുറവുകളൊക്കെ ആ ടൈമിൽ ഞങ്ങൾ പഠിക്കുന്ന ടൈമിൽ സ്മാർട്ട് ഫോണൊന്നും ഇല്ലാത്ത ടൈമിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ സ്റ്റഡി മെറ്റീരിയൽ ഫുള്ള് കുറേ ഫോട്ടോസ് സെറോക്സ് കോപ്പികളും അല്ലെങ്കിൽ കുറേ സ്റ്റഡി മെറ്റീരിയൽസും ബുക്കുകളും അങ്ങനെ പോയിട്ട് മൊത്തം കൺഫ്യൂഷനായിരുന്നു. ഇതിൻ്റെ കണ്ടിന്യൂഷൻ വേറെ എവിടെയായിരിക്കും, അങ്ങനെ ഒരു കണ്ടിന്യൂഷനിൽ നമ്മൾ ആ പഠിക്കാനായിട്ട് ഇരിക്കുന്ന സമയത്ത് ഇതിൻ്റെ ബാക്കി എവിടെയെന്ന് പറഞ്ഞ് നമ്മൾ തിരഞ്ഞുകൊണ്ട് നമ്മുടെ കുറേ ടൈം അങ്ങനെ തന്നെ വേസ്റ്റായി പോകുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം അങ്ങനെയല്ല, നമുക്ക് ഫുൾ സ്റ്റഡി മെറ്റീരിയൽസ് എല്ലാം നമുക്ക് ഫോണിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഏതെങ്കിലും ഒരു വേർഡിൻ്റെ മീനിങ് അറിയില്ല, അല്ലെങ്കിൽ ഒരു ഇംഗ്ലീഷ് വേർഡിൻ്റെ മീനിങ് നോക്കണമെങ്കിൽ ഇത്ര കട്ടിയുള്ള ഡിക്ഷണറിയൊക്കെ പോയി ഇരുന്ന് തിരഞ്ഞ് കണ്ടുപിടിച്ച് ആ വേർഡിൻ്റെ മീനിങ് കണ്ടുപിടിച്ചിരുന്ന് അതും നമ്മുടെ ടൈം കുറേ വേസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളായിരുന്നു. ഇപ്പം അങ്ങനെയല്ല, നമുക്ക് ഗൂഗിളിലൊന്ന് ജസ്റ്റ് അടിച്ചാൽ മതി അതിൻ്റെ മീനിങ് എന്താണെന്നുള്ളതൊക്കെ പെട്ടെന്നറിയാം. അപ്പം നമ്മുടെ ടൈം കുറച്ചുകൂടെ സേവ് ചെയ്യാനായിട്ടൊക്കെ ഈ സ്മാർട്ട് ഫോണ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഇതൊന്നും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട കാര്യങ്ങളല്ല, നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും അറിയുന്നതാണ്. എങ്കിൽ കൂടി നമുക്ക് ഇങ്ങനെ സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുമ്പോൾ ഇങ്ങനെയുള്ള കുറേ നല്ല കാര്യങ്ങളുണ്ട്. അതേപോലെ തന്നെ കുറച്ച് ഡീമെറിറ്റും നമ്മൾ സ്മാർട്ട് ഫോൺ യൂസ് ചെയ്ത് പഠിക്കുമ്പോൾ ഉണ്ട്. അതെന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റ് കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ റീഡിങ് ഹാബിറ്റും നമ്മുടെ റൈറ്റിംഗ് ഹാബിറ്റും കുറഞ്ഞുകൊണ്ട് വരുന്നു എന്നുള്ളതാണ് ഈ സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്നതിൻ്റെ ഒരു ഡീമെറിറ്റായിട്ട് പറയാനുള്ളത്. ടീച്ചേഴ്സ് സ്റ്റഡി മെറ്റീരിയൽസ് തരുന്നത് ഞങ്ങളൊക്കെ ഇരുന്ന് നോട്ട് പ്രിപ്പയർ ചെയ്തിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു. അല്ലാതെ അങ്ങനെ ഇല്ലെങ്കിൽ കുറേ ലൈബ്രറി ബുക്സൊക്കെ നോക്കി നോട്ട് ഉണ്ടാക്കി നമ്മൾ തന്നെ സ്റ്റഡി മെറ്റീരിയലൊക്കെ പ്രിപ്പയർ ചെയ്തിട്ട് പഠിക്കേണ്ട ഒരു ടൈമൊക്കെ ആയിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത്. പക്ഷെ ഇപ്പം അങ്ങനെയല്ല, നമുക്ക് ഫുള്ള് എന്താ നമുക്ക് വേണ്ടത്, ഏത് ടോപ്പിക്കിനെ കുറിച്ചാണ് നോട്ട് വേണ്ടത്, ഏത് ഓതറുടെ ബുക്കാണ് വേണ്ടത്, കംപ്ലീറ്റ് നമുക്ക് സ്മാർട്ട് ഫോണിൽ നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റായിട്ട് കിട്ടും. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നില്ല, നമ്മൾ തന്നെ സ്വന്തമായിട്ട് നോട്ട് എഴുതാനുള്ള ഒരു ടെൻഡൻസി ഇപ്പം ആർക്കുമില്ല. ഇങ്ങനെ നമ്മൾ എഴുതുന്ന സമയത്ത് നമ്മൾ തന്നെ നോട്ട് പ്രിപ്പയർ ചെയ്ത് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന നോട്ട് എന്ന് പറയുന്നത് അതിനോട് തന്നെ ഒരു ഇഷ്ടം തോന്നും. കാരണം നമ്മളത് കഷ്ടപ്പെട്ട് എഴുതി ഉണ്ടാക്കിയതാണ്. അപ്പോൾ അത് പഠിക്കാൻ നമ്മൾക്ക് തന്നെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവും. അതേപോലെ തന്നെ നമ്മൾ എഴുതുന്ന സമയത്ത് ഫസ്റ്റ് ടൈം നമ്മൾ എഴുതുമ്പോൾ തന്നെ അത് ഒരു ചെറിയൊരു 1% എങ്കിലും നമ്മുടെ മൈൻഡിൽ സ്റ്റോർ ചെയ്യാനായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാവും. പക്ഷെ അതൊന്നുമില്ല. നമ്മൾ ജസ്റ്റ് ഫ്രഷായിട്ട് നമുക്ക് കാര്യങ്ങൾ നോക്കുന്നു, നമ്മൾ ഫോൺ നോക്കി മനസ്സിലാക്കുന്നു, അത് അങ്ങനെ പോയി എക്സാമിന് എഴുതുന്നു. ഇങ്ങനെ റൈറ്റിംഗ് ഹാബിറ്റ് കുറയുന്ന അതിന് ഒരു കാര്യം എന്താ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ,
നമ്മൾ തന്നെ നോട്ട് പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ ഗൂഗിളിലൊക്കെ ഒരുപാട് എലാബറേറ്റ് ആയിട്ടായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. അപ്പോൾ അതിൽ നിന്ന് തന്നെ നമ്മൾ കറക്റ്റ് അതിൻ്റെ കണ്ടൻറ്റുകളൊക്കെ എടുത്ത് കറക്റ്റ് എക്സ്ട്രാക്റ്റ് പോയിന്റുകൾ മാത്രം എടുത്ത് നമ്മൾ തന്നെ ഒരു നോട്ട് പ്രിപ്പയർ ചെയ്യുക, എഴുതി ഉണ്ടാക്കുക. അങ്ങനെ ഉണ്ടാക്കുന്ന സമയത്ത് നമുക്കത് പഠിക്കാനുള്ളൊരു ഇൻട്രസ്റ്റ് വരും. അതേപോലെ നമ്മുടെ മൈൻഡിൽ സ്റ്റോർ ആവാനായിട്ടും ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യമാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.